നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. മീനമാസം ആരംഭിച്ചിരിക്കുകയാണ്. മീനമാസവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ചില പക്ഷികൾ, മൃഗങ്ങൾ വീടുകളിലേക്ക് വരുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇവ വീടുകളിൽ വരുന്നതിലൂടെ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ചില പ്രധാനപ്പെട്ട സൂചനകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ പക്ഷിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉപ്പനാണ്. ഉപ്പന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. കാരണം വീടുകളിൽ വരുന്നത് പോലും അത്രമേൽ ശുഭകരമാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഉപ്പൻ വീടുകളിലേക്ക് വരിക. ഉപ്പൻ വീടുകളിൽ വരുന്നതും നിങ്ങളുടെ വീടിന്റെ ചുറ്റും നടക്കുന്നതും അതീവ ശുഭകരമാണ്. ആ വീടുകളിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാകുന്നു. എന്നാൽ ഉപ്പൻ ഇപ്രകാരം നടക്കുന്നത് തന്നെ അപൂർവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ ഈ കാര്യം സംഭവിക്കുന്നു എങ്കിൽ മഹാഭാഗ്യമാണ്. കിഴക്ക് ദിശയിൽ പ്രത്യേകിച്ചും ഉപ്പനെ കാണുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകാൻ പോകുന്നു, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതിനാൽ ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് കീരിയാണ്. കീരിയെ എപ്പോഴും വീടുകളിൽ കാണണം എന്നില്ല. കുബേരദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു ജീവി എന്ന പ്രത്യേകതയും കീരിക്കുണ്ട്. കീരി നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. പ്രത്യേകിച്ചും ധാരാളം പണം കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു, ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ശുഭകരമായ ലക്ഷണമായി പരാമർശിക്കാം. പ്രത്യേകിച്ചും ദിശയുമായി ബന്ധപ്പെട്ട് കീരിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വടക്ക് ദിശയിലാണ് എങ്കിൽ വളരെ അനുകൂലമായ രീതിയിൽ ധനം ഇരട്ടിയായി തന്നെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ ബിസിനസ് കർമ്മ മേഖലകളുമായി ബന്ധപ്പെട്ട് ധാരാളം ധനം വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് നാഗമാണ്. വീടിന്റെ പ്രധാന വാതിലിന് നേരെയായി നാഗത്തെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. കിഴക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ കാണുകയാണ് എങ്കിലും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നാഗപ്രീതിയെയും കൂടാതെ സാക്ഷാൽ പരമശിവന്റെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കാവുന്നതാണ്. ദുരിതങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാം. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. മറ്റൊന്ന് അണ്ണാനാണ്. അണ്ണാനെ വീടുകളിൽ കാണുന്നത് പോലും ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക. കാരണം അണ്ണാൻ വീടുകളിൽ വരുന്നത് പോലും ആ വീടുകളിൽ പോസിറ്റീവ് ഊർജമുണ്ട്, ഈശ്വര ചൈതന്യമുണ്ട് എന്ന വ്യക്തമായ സൂചനയോടുകൂടി തന്നെയാണ്. അതിനാൽ അണ്ണാൻ വീടുകളിൽ വരുന്നതിലൂടെ ചില പ്രത്യേകമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിച്ചു എന്ന് വരാം. അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം സൗഭാഗ്യം തന്നെയാണ്. സൗഭാഗ്യം നിങ്ങളെ തേടിയെത്താം. പണം, ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാൻ പോകുന്നു എന്ന കാര്യം തന്നെയാകുന്നു. ആവശ്യത്തിനുള്ള പണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് സന്തോഷകരമായ നിമിഷങ്ങളാണ്. സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ, മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പലവിധ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ആ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും
അകലുന്നതായ സാഹചര്യമാണ് കടന്നു വരിക. തടസ്സങ്ങൾ അകലുകയും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യുന്നു എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ കണക്കാക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ്. അണ്ണാനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ശുഭകരമാണ് കാര്യങ്ങൾ. മറ്റൊന്ന് ആമയാണ്. ഏവരുടെയും വീടുകളിൽ എപ്പോഴും ആമയെ കാണണം എന്നില്ല. ആമയെ കാണുകയാണ് എങ്കിൽ പ്രധാനമായും അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് വാഹനഭാഗ്യം തന്നെയാണ്. വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ വാഹനം സ്വന്തമാക്കുകയോ മാറ്റി വാങ്ങുകയോ അത്തരത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഇത്തരം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന സൂചന തന്നെയാകുന്നു. മറ്റൊന്ന് മഞ്ഞക്കിളിയാണ്. മഞ്ഞക്കിളിയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ പ്രധാനമായും അർത്ഥമാക്കുവാൻ സാധിക്കുക സന്തോഷം തന്നെയാണ്. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. ഇഷ്ട ആഹാര സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ആഹാരം ഒന്നിൽ കൂടുതൽ തവണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, വളരെ ആഗ്രഹിക്കുന്നതായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാകുന്നു. മറ്റൊന്ന് തത്തയാകുന്നു. തത്തയെ വളരെ അപൂർവമായി മാത്രമേ വീടുകളിൽ കാണുവാൻ സാധിക്കൂ. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷി കൂടിയാണ് തത്ത. തത്തയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് അർത്ഥമാക്കാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ്. മഹാലക്ഷ്മി കടാക്ഷത്താൽ സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ കന്നിമൂലയിലാണ് കാണുന്നത് എങ്കിൽ പ്രത്യേകം ഓർക്കണം. കന്നിമൂലയിൽ കാണുകയാണ് എങ്കിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കാൻ പോകുന്നു എന്നും അപ്രതീക്ഷിതമായ ധനപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം സ്വന്തമാക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അപ്രതീക്ഷിതമായിരിക്കും ധനം ലഭിക്കുക. അത് ലഭിക്കാനുള്ള ധനമാകാം, കൈവായ്പ തിരികെ ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമ്മാനങ്ങൾ, പ്രതീക്ഷിക്കാതെ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ശുഭകരമാണ് ഈ ലക്ഷണം. മറ്റൊന്ന് കുരുവിയാണ്. കുരുവിയെ കാണുകയാണ് എങ്കിൽ എവിടെയും സാമ്പത്തികപരമായ ലാഭങ്ങൾ, മറ്റ് ലാഭങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന് മണ്ണാത്തിപ്പുള്ളാണ്. മണ്ണാത്തിപ്പുള്ളിനെ നിങ്ങൾ വീടുകളിൽ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു. പ്രത്യേകിച്ചും കിഴക്ക് ഭാഗത്ത് കാണുകയാണ് എങ്കിൽ കടബാധ്യതകൾ ഒഴിയാൻ പോകുന്നു. കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ ജീവികളിൽ ഏതെങ്കിലും ഒരു ജീവിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഈ മീനമാസത്തിൽ വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. എന്നാൽ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലോ പ്രത്യേകിച്ചും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുകയും കുടുംബദേവതയെ ആരാധിക്കുകയും ചെയ്യുക.